ചോദ്യം എങ്ങനെ ആവർത്തിച്ചതുകൊണ്ട് മാത്രം കാര്യങ്ങൾക്ക് പരിഹാരാവൂല. ഞാൻ വളരെ വ്യക്തമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ലോകത്ത് ഇന്ന് വരെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹിനോട് സ്വർഗം ചോദിക്കാമെന്ന് ആരും തന്നെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇസ്തിഗാസ റാസി നടത്തിയിട്ടില്ല എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി. ലോകത്തുള്ള മുഴുവൻ മുഫസ്സിറുകളും ഞാനിവിടെ തഫ്സീറുകൾ ഉദ്ധരിക്കുമ്പോ റാസിയിലേക്ക് പോയി, ഇപ്പൊ മുഹീദ്ദീൻ ശൈഖിലേക്ക് പോയി. അതെ, നിങ്ങളതൊക്കെ വിട്ടവരാണ്. നിങ്ങൾക്ക് തഫ്സീറുകളൊന്നും പറ്റൂല. തഫ്സീറുകൾ ഖുർആൻ അവിടെ ഇരിക്കട്ടെ എന്നല്ലേ നിങ്ങൾ പറയാ. ഖുർആൻ അവിടെ ഇരിക്കട്ടെ. വേറെ കാര്യം പറയാം. ഖുർആൻ പ്രശ്നമല്ല, മുഹീദ്ദീൻ ശൈഖ് പ്രശ്നമല്ല. പണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്ന എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് യാ മുഹീദ്ദീൻ. പിന്നീട് അത് മാറി ഇപ്പൊ റസൂലുള്ളാഹിനെ വരെ മാറ്റിയിട്ട് മുഹീദ്ദീൻ എന്നാക്കി. ഇപ്പൊ അവിടെ നിന്നും വിട്ടു അതെല്ലാം ഒഴിവാക്കിയിട്ട് ഇപ്പോ നമ്മുടെ CM അബൂബക്കർ മുസ്ലിയാര് അദ്ദേഹത്തെയാണ് ഇപ്പൊ നിങ്ങൾ അവിടെ നിന്ന് അള്ളാഹുവിൽ നിന്ന് വിട്ടാ പിന്നെ CM അബൂബക്കർ മുസ്ലിയാരാണ്, ഖുത്ബുൽ ആലമാണ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചുകൊണ്ട്. അദ്ദേഹം അതിനൊന്നും ഉത്തരവാദിയല്ല കേട്ടോ. അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ അവഗണിക്കാനോ ഒട്ടും പറ്റൂല. അദ്ദേഹം ആരാണെന്ന് വിലയിരുത്താൻ നമുക്ക് പറ്റൂല. പക്ഷേ ശരീഅത്തിന്റെ ലാഹിറനുസരിച്ച് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കാനേ ഉതകൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഒരിക്കലും നമുക്ക് ആക്ഷേപിക്കാൻ പറ്റൂല. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് അദ്ദേഹവും അല്ലാഹുമായി മാത്രം പങ്കുവെക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചൊക്കെ തന്നെ നിങ്ങളിങ്ങനെ ആകാശം മുകളിൽ മുട്ടി ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ മതി, ഇപ്പൊ അദ്ദേഹം വഫാത്തായി, അദ്ദേഹത്തോട് ചോദിച്ചാൽ മതി എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങൾ പിന്തിരിയണം. തീർച്ചയായും നിങ്ങൾ പിന്തിരിയണം. മുസ്ലിം ലോകം മുഴുവനും ഈ വലാലത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ വലാലത്തിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തണം. ഇതാ നമ്മളൊക്കെ അംഗീകരിക്കുന്ന റൂഹുൽ ബയാൻ അദ്ദേഹം ധരിക്കുകയാണ്. വദല്ലത്തിൽ ആയത്തു അഥവാ റൂഹുൽ ബയാൻ പറയാണ്, ഒരായത്ത് ധരിച്ചുകൊണ്ട് വദല്ലത്തിൽ ആയത്തു അലാ അന്നൽ ഇസ്തിആനത ബിൽ ഖൽഖി ലാ തുഗ്നി ശൈഅൻ. കണ്ടോ, ഇസ്തിഗാസ കൊണ്ട് ഒരു പ്രയോജനവും ലഭിക്കുകയില്ല എന്നാണ്. കണ്ടോ, കഴിവില്ലാത്തവരുടെ അടുക്കൽ പോവുക എന്നതല്ലാതെ. അതുകൊണ്ട് ഫലാ തർഫഉ ഹവായിജക ഇല്ലാ ഇലാ പിന്നെ ഇല്ലാ അല്ലാഹു പറയാണ് ഹവായിജക ഇല്ലാമൻ ലാ യശുഖു അലൈഹി ഖളാഉഹാ. കണ്ടോ, ഇല്ലാമൻ ലാ യശുഖു അലൈഹി ഖളാഉഹാ. ആ പദം അവിടെ ഇല്ല. എന്നിട്ട് പോലും അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകി മനപ്പാടമായി പറയാൻ. നിങ്ങൾ ചിരിച്ചിട്ട് എന്താ കാര്യം? നിങ്ങൾക്ക് ഒരെണ്ണം വായിക്കാൻ പറ്റുമോ? ഇതേപോലെ ഒരെണ്ണം വായിക്കാൻ നിങ്ങൾക്ക് കൊണ്ടുപറ്റുമോ? കണ്ടോ, ആ പദം അവിടെ ഇല്ലാതിരുന്നിട്ട് പോലും അത് വായിക്കാൻ അല്ലാഹു എനിക്ക് തൗഫീഖ് നൽകി. ഫലാ തർഫഉ ഹവായിജക. നിങ്ങളുടെ ആവശ്യങ്ങളുമായി നിങ്ങൾ പോകല്ലേ. ആരിലേക്ക്? ഇല്ലാ ഇലാമൻ ലാ യശുഖു അലൈഹി ഖളാഉഹാ. ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ഒരുത്തനിലേക്കല്ലാതെ നിങ്ങളുടെ ആവശ്യങ്ങളുമായി നിങ്ങൾ പോകരുതേ എന്നാണ് അദ്ദേഹം വിവരിക്കുന്നത്. കണ്ടോ, അപ്പൊ ഇത്തരത്തിലുള്ള മുഴുവൻ പണ്ഡിതന്മാരും വലാ തസ്അൽ ഇല്ലാ മൻ ലാ തഫ്നാ ഖസാഇനുഹു. ഖജനാവ് തീർന്നു പോകാത്ത ആളോടല്ലാതെ ചോദിക്കരുത്. ഖജനാവ് തീർന്നു പോകാത്തവൻ അല്ലാഹു മാത്രമാണ്. വലാ തഅ്തമിദ് ഇല്ലാ അലാ മൻ ലാ യഅ്ജിസു അൻ ശൈഇൻ യൻസുറുക മിൻ ഗൈരി മുഈനിൻ. ഒരു സഹായി ആവശ്യമില്ലാതെ തന്നെ നിന്നെ സഹായിക്കാൻ കഴിവുള്ളവനോട് നീ ചോദിക്കണം. കണ്ടോ, ഒരു സഹായിയും ആവശ്യമില്ലാത്തവൻ അല്ലാഹ് മാത്രമാണ്. അതുകൊണ്ട് ഒരു സഹായിയും ആവശ്യമില്ലാത്ത ഒരുത്തനോട് നിങ്ങൾ ചോദിക്കണം. വയഹ്ഫദുക മിൻ കുല്ലി ജാനിബിൻ. എല്ലാ ഭാഗത്തു നിന്നും നിന്നെ രക്ഷിക്കാൻ കഴിവുള്ളവനായിരിക്കണം. അവനോടായിരിക്കണം നീ ഇസ്തിഗാസ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനെ ഒരാളെ രക്ഷപ്പെടുത്തണമെങ്കിൽ, ശഫാഅത്തിലൂടെ പോലും രക്ഷപ്പെടുത്തണമെങ്കിൽ
അവന് ഈമാൻ ഉണ്ടാകണ്ടേ. ഈമാൻ ഉണ്ടെങ്കിലേ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ.